കഴിഞ്ഞ ദിവസം ട്രെൻഡിങ് ആയ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ? ഒരു കുട്ടിയെ കുറച്ച് പേര് ചേർന്ന് റാഗ് ചെയ്യുന്നൊരു വീഡിയോ. ഞാനത് കണ്ടു, പക്ഷെ എനിക്കത് കണ്ടു തീർക്കാൻ സാധിച്ചില്ല. കണ്ടിട്ട് എന്ത് തോന്നി? ആ ചെയ്തവന്മാരുണ്ടല്ലോ, ആ ചെയ്തവന്മാരോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവന്മാര് മനുഷ്യരാണോ? എന്തൊരു ജീർണിച്ച മാനസികാവസ്ഥയാണ് അവർക്ക്. ഒന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ വല്ലതും ആയിരിക്കും അവര്. അവരോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കിവിടെ പറയാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാ മലയാളികൾക്കും, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ തന്നെ അഹങ്കാരത്തോട് പറയുന്ന എല്ലാ മലയാളികൾക്കും അന്നേരം ഉണ്ടായ ഒരു വികാരമുണ്ട്. അത് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ മലയാളി അല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു സംഭവം ഈ നാട്ടിൽ നിന്ന് നമുക്ക് ഒഴിവാക്കണം. ഈ ഒരു റാഗിങ് എന്ന് പറഞ്ഞ കാര്യം ഈ നാട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല ഇന്ത്യക്കകത്തുനിന്ന് മൊത്തം നമുക്ക് ഒഴിവാക്കണം. സ്റ്റോപ്പ് റാഗിങ് എന്ന് പറഞ്ഞ ഒരു സന്ദേശം അത് എല്ലാവരിലേക്കും നമുക്ക് എത്തിക്കാൻ സാധിക്കണം. ഇനിയും ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാതിരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്നു. സ്റ്റോപ്പ് റാഗിങ് എന്ന് പറഞ്ഞ സന്ദേശം എല്ലാവരിലോട്ടും എത്തിക്കണം, എല്ലാവരെയും അറിയിക്കണം. എല്ലാവരുടെയും മനസ്സിൽ റാഗ് ചെയ്യുമ്പോൾ ഈ ഒരു വികാരം ഉണ്ടാവണം. ഇതിനെതിരെ എല്ലാവരും നോ പറയാനും ഇതിനെ തകർക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കണം. ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. ഇതിങ്ങനെ തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? ഒരു പക്ഷേ ഇപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ കയറുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ പ്ലസ് 1 കയറുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. അവരടുത്ത വർഷം ചെല്ലുമ്പോൾ അവരെന്തായാലും അവരുടെ മനസ്സിൽ ഒരു മുറിവേറ്റിട്ടുണ്ട്. എല്ലാവരും പറയും റാഗിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, അവരുടെ മനസ്സ് കുറച്ച് കട്ടിയാവും, പ്രശ്നങ്ങളെ അവര് ഫേസ് ചെയ്യാൻ പഠിക്കും, ഒക്കെ ശരിയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് എല്ലാരും ഇങ്ങനെ നിർത്തും. പക്ഷേ അത് ശരിയായ രീതിയാണോ? റാഗ് ചെയ്തെങ്കിൽ മാത്രമേ മനസ്സ് കെട്ടിയാവുള്ളൂ. അവന്റെ മനസ്സിൽ അന്നേരം വരുന്ന ഒരു മുറിവുണ്ട്. അവൻ അപമാനിക്കപ്പെട്ടതും അവൻ നൊന്തതുമായിട്ടുള്ള ഒരു മുറിവ്. ഈ വരുന്ന തലമുറ ആ മുറിവുകള് താങ്ങാനും അതിനെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കാനും ഉള്ള ഒരു മനസ്ഥിതി ഉള്ളവരൊന്നും അല്ല. അവരൊക്കെ പാമ്പർ ചെയ്ത് വളർന്ന കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൊച്ചുനാളിലോ അവര് വളർന്ന വീട്ടിലോ ഒന്നും അങ്ങനത്തെ അധികം സിറ്റുവേഷനോ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളുടെ മനസ്സ് കട്ടിയാവാൻ ഇത് ഉപകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവന്റെ മനസ്സിൽ അത് ഉറപ്പായിട്ടും മുറിവായിട്ടേ മാറുള്ളൂ. ആ മുറിവ് വളർന്ന് 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 അവന് പറ്റിയത് അവൻ ഒന്നെങ്കിൽ ചെയ്തവരോട് തന്നെ തീർക്കും, അതല്ല എങ്കിൽ വരുന്ന പുതിയ തലമുറയോട്, അതായത് അവന്റെ തൊട്ട് താഴെ വരുന്നവന്റെ അടുത്ത് അവൻ ഇതേ സാധനം തന്നെ ചെയ്യും. അപ്പം അവിടെ വീണ്ടും ആവർത്തിക്കും. ഇതിങ്ങനെ വൈസ് വേർസയായിട്ട് ഇത് വീണ്ടും 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 ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതുകൊണ്ടാണ് ഈ റാഗിങ് അവസാനിക്കാത്തത്. പിന്നെ ഇതൊക്കെ ഈ ഒരാളുടെ മനസ്സിൽ, എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ ചുമ്മാതേലും ഒന്ന് ഉപദ്രവിച്ച് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറിയാതോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ എന്തെങ്കിലും വികാരത്തിന്റെ പുറത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ അതോർത്ത് വിഷമിക്കുന്ന ആ ഒരു മനസ്ഥിതിയാണ് എനിക്കുള്ളത്. പക്ഷേ ഇവർക്കൊക്കെ ഇത് കണ്ടിട്ട് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ ചിരിക്കാൻ പറ്റുക? അതായത് അതിന്റെ പുറത്ത് നോക്കിയിരുന്നിട്ട് വീണ്ടും 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 ആ ഒരാള് കരയുന്ന കണ്ടിട്ട് ചിരിക്കാൻ പറ്റുക? സാഡിസ്റ്റ് എന്നൊന്നും വിളിച്ചാലൊന്നും ശരിയാവില്ല കേട്ടോ. ആ ഒരു വൃത്തികേട് എനിക്കറിയില്ല എന്ത് പറയേണ്ടിയെന്ന്. ആ തരത്തിലുള്ള ഒരു പ്രവണതയാണ്, ഈ ഒരു മനസ്ഥിതി ഇവരിലുണ്ടായി. ഇനിയിപ്പം അത് അടുത്തടുത്തടുത്ത തലമുറയിലോട്ട് പോകുന്നത് എന്തുമാത്രം മോശമായിട്ടായിരിക്കും. നമുക്കൊന്നും ഇതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത് അവിടെ അല്ലേ നടന്നേ, അല്ലെ അവന്റെ മോക്കല്ലേ നടന്ന്, ഇവന്റെ മോക്കല്ലേ നടന്ന്, അല്ലെ മോനല്ലേ നടന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സാധനം അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടും. പക്ഷെ ഇതിനെതിരെ ഒരു സന്ദേശം അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് കൊച്ചുനാൾ തൊട്ടേ അവരെ പറഞ്ഞ് 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 പഠിപ്പിക്കണം. അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന അതായത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരുത്തനൊരു പ്രിൻസിപ്പാളിനെ ഇരുന്നിട്ട് ചീത്ത വിളിക്കുന്ന ഒരു വീഡിയോ, ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ. +2 പഠിക്കുന്ന ഒരു കുട്ടിയാ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അധ്യാപകന്റെ അടുത്ത്, നമ്മളൊക്കെ അധ്യാപകനെ കാണുമ്പോൾ 100 മീറ്റർ മാറി നടക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഇത്ര ധൈര്യം ഉണ്ടാവുന്നത്? അപ്പം നമ്മൾ ഈ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ പോലെ ഇതിനൊക്കെയുള്ള മറുപടി അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള മറുമരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ജനിച്ച കാലഘട്ടം തൊട്ടേ അല്ലെങ്കിൽ ആ ടൈം തൊട്ടേ അവരെ ഈ രീതിയിൽ ഇതൊക്കെ തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇവരെ ഇങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ സമയം കൊടുക്കണം. കൊടുത്തേ സാധിക്കുള്ളൂ. അതല്ല എങ്കിൽ നാളെ വന്നിട്ട് അവൻ അങ്ങനെ ചെയ്തു, ഇവൻ ഇങ്ങനെ ചെയ്തു, എന്റെ മോനെ ദ്രോഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെതിരെ പ്രതികരിക്കാനും ഈ ഒരു സന്ദേശം എല്ലാവരിലോട്ട് എത്തിക്കാനും നമുക്ക് സാധിക്കണം.
നമ്മളെല്ലാവരും ഇതിന് പ്രതിജ്ഞാബദ്ധരാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഗോഡ്സ് ഓൺ കൺട്രി, അല്ലെങ്കിൽ കേരളത്തിന്റെ മഹിമ, അല്ലെങ്കിൽ കേരളത്തെ കഴിഞ്ഞ ദിവസം ഏതോ ഒരുത്തൻ മറ്റേ അവിടെ ഇരുന്ന് ഇത് ചെയ്തപ്പോ എന്താ കളിയാക്കിയപ്പം താഴെ പോയിട്ട് 2 കമന്റ് ഇടുന്നതിൽ മാത്രം തീരരുതില്ല. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മൾ ലിറ്ററസിയെ പറ്റി പറയുമ്പോൾ നമുക്ക് പൊള്ളിയില്ലേ? പക്ഷെ ഇത് കണ്ടിട്ട് ആർക്കും എന്താ പൊള്ളാത്തത്? ഈ ഒരു സാധനം നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അടങ്ങുന്ന ഈ പുതിയ തലമുറയും അതേപോലെ തന്നെ പഴയ തലമുറയും എല്ലാ തലമുറയും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി വരുന്ന കുട്ടികളോടും എല്ലാ ക്യാമ്പസ് അന്തരീക്ഷത്തിലും സ്കൂൾ അന്തരീക്ഷത്തിലും എല്ലായിടത്തും ഈ പറഞ്ഞതിനെ എതിർക്കാനും ഈ പറഞ്ഞതിനെ ഒഴിവാക്കാനും അധ്യാപകര് പ്രത്യേകിച്ച് ഇതിനെതിരെ അതിനെ തലോടി വിടാതെ കൊടുക്കേണ്ടവൻ അടി കൊടുത്ത് തന്നെ നമ്മൾ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇതിപ്പോ ഇത് കേൾക്കുമ്പോൾ ഞാൻ കലാപം ആഹ്വാനം ചെയ്യാമെന്നൊക്കെ ആരിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരോടൊന്നും ഒന്നും പറയാനില്ല. അതായത് കൊടുക്കേണ്ട മരുന്ന്, അത് കൊടുക്കേണ്ട നോവാണെങ്കിൽ നോവ്, അത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറം കാണേണ്ടി വരും. കേരളത്തിന് വെളിയിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് ചിരിക്കും, കളിയാക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയും. അതിനെയൊക്കെ വിമർശിക്കാൻ നമുക്ക് 100 നാവാം. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ മറ്റേ കിടന്നുറങ്ങിയാൽ മതി, കണ്ണടച്ച് കിടന്നുറങ്ങിയാൽ മതി, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നൊക്കെ വിചാരിച്ച് കിടന്നുറങ്ങിയാൽ മതി, ഒരു കുഴപ്പമില്ലല്ലോ. അതായത് അവിടെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെ പോയി പഠിക്കുമ്പോൾ, അതായത് ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുക, കർണാടക, തമിഴ്നാട്ടിൽ അവിടെയൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവിടെ എന്തോ വലിയ ഭീകര അന്തരീക്ഷമാണ്, കുട്ടികളെ റായിങ് ആണ്, അതാണ് ഇതാണ്, ഇങ്ങനത്തെ വർത്താനം ഒക്കെ ഇരുന്ന് പറയും. പക്ഷെ നമ്മുടെ നാട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിനെതിരെ നമ്മള് ഒരു സ്ട്രോങ് ആയിട്ടൊരു ഒന്നും പറയുന്നില്ല. അത് ഞാൻ കഴിഞ്ഞ 2 ദിവസം ഞാനിങ്ങനെ നോക്കി, ഇതിനെപ്പറ്റി ആരും എന്തെങ്കിലും നല്ലൊരു മൊമെന്റ് ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കി. പക്ഷെ ഞാനിത് വന്നതുകൊണ്ട് ഇതെല്ലാം ആരും ഏറ്റെടുക്കുമെന്നൊന്നും ഒരു വിശ്വാസമില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഞാനുമായിട്ട് സംസാരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും എല്ലാ രക്ഷകർത്താക്കളോടും എല്ലാവരോടും ഈ ഒരു സന്ദേശം കൊടുക്കുക. അതേപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതലും എല്ലാ കാര്യങ്ങളും ട്രെൻഡിങ് ആവുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്. ഈ സോഷ്യൽ മീഡിയ ത്രൂ ആണ് ഇതിന് പറ്റിയ ഏറ്റവും നല്ല മറുപടി കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സത്യമാണ്, ഇത് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഈ സാധനം എല്ലാവരിലോട്ടും ഒന്ന് എത്തിക്കുക. മീൻസ് ഈ ഒരു മെസ്സേജ് എല്ലാവരിലോട്ടും ഒന്ന് എത്തിക്കുക. ഈ ഒരു പ്രവണത, ഈ ഒരു മൃഗീയമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങളാ കഴിയുന്നത് എന്താണോ, നിങ്ങളാ കഴിയുന്ന ഒരു പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിയോ അല്ലാതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളോട് ഇത് പറഞ്ഞു മനസ്സിലാക്കാനും, മാതാപിതാക്കൾ കുട്ടികളെ കുഞ്ഞുനാൾ തൊട്ടേ ഈ സാധനം പറഞ്ഞു മനസ്സിലാക്കാനും, ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൺവേ ചെയ്യാനും, അതേപോലെ തന്നെ ഇങ്ങനത്തെ മെസ്സേജുകൾ എപ്പോഴും നമ്മുടെ സമൂഹത്തില് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കറക്കി വിടാനും ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ദയവ് ചെയ്ത് ഒരു ക്ലിക്കിലോ അല്ലെങ്കിൽ ഒരു മെസ്സേജിലോ ഒരു മിനിറ്റിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ ചെയ്യുക. അതെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്രയും ഞാൻ സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഇമോഷണൽ ആയിട്ടുണ്ട്, കുറച്ച് ആ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതാരെയും ഇത് ചെയ്തോണ്ടൊന്നും അല്ല. ഞാൻ ആ വീഡിയോ കണ്ടതിന്റെ ഒരു രീതിയിൽ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള, എൻ്റെ മനസ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ടൊരു മടിയും കാര്യങ്ങളും ഒക്കെയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാനിത് പറയാമെന്ന് വിചാരിച്ച്. സ്റ്റോപ്പ് റാഗിങ് എന്ന് പറഞ്ഞൊരു സന്ദേശം ഞാനിപ്പോ ഇവിടെ എല്ലാവരിലോട്ടും ഷെയർ ചെയ്യുകയാണ്. ഇത് സത്യമാണ്, അല്ലെങ്കിൽ ഇത് ആവശ്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞത് എല്ലാവരിലേക്കും എത്തിക്കുക. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.